അമ്മ RH നെഗറ്റീവ്, ഫാദർ RH പോസിറ്റീവ്. ഇതാണ് നമുക്ക് കൺസേൺ ആയിട്ടുള്ളത്. ഫാദറും മദറും നെഗറ്റീവ് ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല, പാനിക്കാകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പ്രഗ്നൻസിയിലും പേടിക്കേണ്ടതായിട്ടില്ല. സെക്കൻഡ് പ്രഗ്നൻസി വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വിസിറ്റ് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ ഫാദർ ആൻഡ് മദർ ആൻഡ് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ചെയ്യുക. ഇത് നെഗറ്റീവ് ആണെങ്കിൽ 28 ആഴ്ചയാകുമ്പോൾ വീണ്ടും ICT ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ ആൻറ്റിഡി അമ്മയ്ക്ക് 28 to 30 വീക്സ് ഒരു ഡോസ് കൊടുക്കുക. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് കുഞ്ഞ് പോസിറ്റീവ് ആണെങ്കിൽ ഈ സെയിം ആൻറ്റിഡി തന്നെ വിത്തിൻ 72 അവർ മദറിന് വീണ്ടും കൊടുക്കുക. കുഞ്ഞിൻ്റെ ഡയറക്റ്റ് കൂംസ് ടെസ്റ്റും ഗ്രൂപ്പും ഹീമോഗ്ലോബിനും പീഡിയാട്രിഷ്യൻ നോക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കാതെ വന്ന കുഞ്ഞിന് വരുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്? ഈ ICT പോസിറ്റീവ് ആണെങ്കിൽ 1:4, 1:6, 1:16, 32 ഇങ്ങനെ ടൈറ്റർ ഉണ്ട്. അങ്ങനെ അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഫീറ്റോ മറ്റേൺ യൂണിറ്റിലേക്ക് ഇവർ റെഫർ ചെയ്യുന്നതായിരിക്കും. അവരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അവർ പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ട് ആ ആൻറ്റിബോഡി കുഞ്ഞിലേക്ക് വന്നിട്ട് കുഞ്ഞിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. കുഞ്ഞിന് മഞ്ഞപ്പിത്തം ഉണ്ടാകാം, കുഞ്ഞിന് ഹീമോലൈറ്റിക് അനീമിയ വന്നിട്ട് വിളർച്ച ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ ബിലിറൂബിൻ ക്രോസ് ചെയ്തിട്ട് ഹെർണിക്ടറസ് എന്ന് പറയും, കുഞ്ഞിൻ്റെ ബ്രെയിനിനെ അത് അഫക്റ്റ് ചെയ്യാം. കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഹൈഡ്രോസ് ഫീറ്റാലിസ് എന്ന് പറയാം. ഇങ്ങനെ കുറേ റിയാക്ഷൻസ് ഉണ്ടായിട്ട് കുഞ്ഞിൻ്റെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുഞ്ഞിന് വേണേൽ സ്റ്റിൽ ബർത്ത് വരാം, ഡെലിവറി കഴിഞ്ഞും കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലഡ് ഗ്രൂപ്പ് അമ്മയുടെയും അപ്പൻ്റെയും നോക്കിയിട്ട് നെഗറ്റീവ് അമ്മയാണെങ്കിൽ ആൻറ്റിഡി എടുത്താൽ ഒന്നും പേടിക്കേണ്ടതില്ല.